ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ 2025 മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024-25 സീസണിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ്. വിദർഭയുടെ മൂന്നാമത്തെ രഞ്ജി ട്രോഫി കിരീടമാണ്. റണ്ണറപ്പ് കേരളമാണ്. 2025 ജ്ഞാനപാന പുരസ്കാര ജേതാവ് ആരാണ്? KP ശങ്കരനാണ്. ജ്ഞാനപാന പുരസ്കാര ജേതാവ് 2025 KP ശങ്കരനാണ്. 2025 നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? IRCTC, IRFC ആണ്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് നവരത്ന പദവി ലഭിച്ചത്. 2025 മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി സ്പെയിനാണ്. സ്പെയിനിലെ ബാഴ്സലോണയിലാണ് മൊബൈൽ വേൾഡ് കോൺഗ്രസ് നടക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. കേന്ദ്ര വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത അഞ്ജു രതി റാണയാണ്. ഈ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് അഞ്ജു രതി റാണ. ഇന്ത്യ അടുത്തിടെ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഏതാണ്? ഗാൻഡീവയാണ്. ഗാൻഡീവ DRDO ആണ് വികസിപ്പിച്ചത്. 340 കിലോമീറ്ററാണ് ദൂരപരിധി. അടുത്ത ക്വസ്റ്റ്യൻ, KSRTCയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 149 ആണ്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. നിലവിൽ മധ്യപ്രദേശിൽ 9 ടൈഗർ റിസർവുകളാണുള്ളത്. കേരള സർക്കാരിൻ്റെ വനിതാ രത്ന പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2024 വനിതാ രത്ന പുരസ്കാരങ്ങളിൽ കലാരംഗത്തെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കാണ്? PK മേദിനിക്കാണ് കലാരംഗത്തെ സംഭാവനയ്ക്ക് ലഭിച്ചത്. അടുത്ത കായികമാണെങ്കിൽ K വാസന്തിക്കാണ് ലഭിച്ചത്. K വാസന്തി. സാമൂഹ്യ സേവനം T ദേവിക്കാണ് ലഭിച്ചത്. ഓക്കെ, താങ്ക് യു ഓൾ.